ഏഴാം ക്ലാസ്സിലെ കുട്ടികൾക്കായി നടത്തുന്ന ഓൺലൈൻ USS കോച്ചിങ്ങിന്റെ രണ്ടാമത്തെ ബാച്ച് സെപ്റ്റംബർ 1 മുതൽ ആരംഭിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുമല്ലോ. എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം കുട്ടിമാഷ്. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആ ബെല്ലൈക്കൺ കൂടെ അമർത്താൻ മറക്കരുത്. കുട്ടിമാഷിന്റെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും നൽകിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. ഏഴാം ക്ലാസ്സിലെ ബേസിക് സയൻസിൽ ഓണപരീക്ഷയുമായി ബന്ധപ്പെട്ട മോഡൽ ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ആക്ടിവിറ്റിയിലേക്ക് പോയാലോ. ആക്ടിവിറ്റി 1. ഒന്നാമത്തെ ചോദ്യം. ക്യാൻ ദ സീഡ്സ് ഓഫ് കുക്കുംബേഴ്സ് ബോട്ട് ഫോർ മേക്കിംഗ് കറി ബി യൂസ്ഡ് ഫോർ പ്ലാന്റിംഗ്? വൈ? കറി വെക്കാനായി വാങ്ങിയ വെള്ളരിയുടെ വിത്ത് നടാൻ ഉപയോഗിക്കാമോ? എന്തുകൊണ്ട്? ആൻസർ: നോ, ദ കുക്കുംബേഴ്സ് ബോട്ട് ഫോർ മേക്കിംഗ് കറി ആർ നോട്ട് റിപ്പ് ഇനഫ് ഫോർ പ്ലാന്റിംഗ്. പറ്റില്ല, കാരണം കറി വെക്കാൻ വാങ്ങിയ വെള്ളരിക്ക് വിത്തെടുക്കാൻ പാകത്തിന് മൂപ്പ് എത്തിക്കാണില്ല. രണ്ടാമത്തെ ചോദ്യം. വിച്ച് പാർട്സ് ഓഫ് ദ മുരിങ്ങ ആർ യൂസ്ഡ് ഫോർ പ്ലാന്റിംഗ്? മുരിങ്ങയുടെ ഏതെല്ലാം ഭാഗങ്ങൾ നടാൻ ഉപയോഗിക്കുന്നു? ആൻസർ: സീഡ്, സ്റ്റെം. ഉത്തരം: വിത്തും തണ്ടും. മൂന്നാമത്തെ ചോദ്യം. റൈറ്റ് എക്സാമ്പിൾസ് ഓഫ് 2 other plants ഓഫ് ദിസ് ടൈപ്പ്. ഇത്തരത്തിലുള്ള മറ്റു 2 സസ്യങ്ങൾക്ക് ഉദാഹരണം എഴുതുക. വിച്ച് ഹാവ് പ്ലാന്റിംഗ് മെറ്റീരിയൽസ് ലൈക്ക് ദാറ്റ് ഓഫ് ദ മുരിങ്ങ. മുരിങ്ങയുടേതുപോലെയുള്ള നടീൽ വസ്തുക്കൾ ഉള്ളവ. ആൻസർ: ശീമക്കൊന്ന, നാലുമണിച്ചെടി. നാലാമത്തെ ചോദ്യം. കംപ്ലീറ്റ് ദ ഫോളോയിങ് ലിസ്റ്റ്. താഴെ കൊടുത്ത പട്ടിക പൂർത്തിയാക്കുക. ഒന്നാമത്തെ ചോദ്യം. ദോസ് ദാറ്റ് സ്പ്രൗട്ട് വെൻ പ്ലാന്റഡ് ഫ്രം എ സ്റ്റെം കട്ടിംഗ്. തണ്ട് മുറിച്ചു നട്ടാൽ മുളയ്ക്കുന്നവയുടെ പേരാണ് നിങ്ങൾ ഇപ്പോൾ എഴുതേണ്ടത്. ഏതൊക്കെയാണ്? റോസ്, ജാസ്മിൻ, ടപ്പിയോക്ക. അടുത്ത ചോദ്യം. ദോസ് ദാറ്റ് സ്പ്രൗട്ട് വെൻ പ്ലാന്റഡ് ഫ്രം ലീവ്സ്. ഇല നട്ടാൽ മുളയ്ക്കുന്ന പ്ലാന്റ്സ് ഏതൊക്കെയാണെന്നാണ് നിങ്ങൾ എഴുതേണ്ടത്. ചില്ലി, ബിഗോണിയ, ബ്രയോഫിലം. ഇനി അടുത്തത്. ദോസ് ദാറ്റ് സ്പ്രൗട്ട് വെൻ പ്ലാന്റഡ് ഫ്രം റൂട്ട്സ്. വേര് നട്ടാൽ മുളയ്ക്കുന്നവ ഏതൊക്കെയാണെന്ന് എഴുതണം. ഏതൊക്കെയാണ്? ക്യാരറ്റ്, നീം, റാഡിഷ്. ഇനി അടുത്തത്. ദോസ് ദാറ്റ് സ്പ്രൗട്ട് വെൻ പ്ലാന്റഡ് ഫ്രം ദ അണ്ടർഗ്രൗണ്ട് സ്റ്റെം. ഭൂകാണ്ഡം നട്ടാൽ മുളയ്ക്കുന്നവ ഏതൊക്കെയാണ്? ഒനിയൻ, പൊട്ടറ്റോ, ജിഞ്ചർ. ഇനി ആക്ടിവിറ്റി 2 നമുക്ക് നോക്കാം. അതിലെ ഒന്നാമത്തെ ചോദ്യം. ദ സ്റ്റെപ്സ് ഓഫ് ആർട്ടിഫിഷ്യൽ പോളിനേഷൻ ഫോർ ക്രോസ് ബ്രീഡിംഗ് ആർ ഗിവൺ ഇൻ ദ റോങ് ഓർഡർ. അറേഞ്ച് ദം ഇൻ ദ കറക്റ്റ് ഓർഡർ. വർഗ്ഗസങ്കരണത്തിനായി നടത്തുന്ന കൃത്രിമ പരാഗണത്തിന്റെ ഘട്ടങ്ങൾ താഴെ ക്രമം തെറ്റിച്ച് നൽകിയിരിക്കുന്നു. അവയെ ശരിയായ ക്രമത്തിലാക്കുക. ഇത് റോങ് ഓർഡറിലാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് കറക്റ്റ് ആക്കണം. ആദ്യം ഞാൻ റോങ് ഓർഡറിൽ കൊടുത്തത് വായിക്കാം. Pollen grains thus collected are deposited on the stigma of the flower, which is to be pollinated artificially. The flower is wrapped against to prevent pollination. Pollen grains from flowers of a plant belonging to the same species but having different qualities are collected using a brush. The flower is wrapped well to prevent the pollen grains from other flowers falling on it. Remove stamens from the flowers in which artificial pollination is to be done. ഇനി ഞാൻ ആൻസർ വായിക്കാം. ഇത് കറക്റ്റ് ഓർഡറിലാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഒന്നാമത്തെയാണ് റിമൂവ് സ്റ്റെമൻസ് ഫ്രം ദ ഫ്ലവേഴ്സ് ഇൻ വിച്ച് ആർട്ടിഫിഷ്യൽ പോളിനേഷൻ ഈസ് ടു ബി ഡൺ. രണ്ടാമത്തേത് ദ ഫ്ലവർ ഈസ് റാപ്ഡ് വെൽ ടു പ്രിവെന്റ് ദ പോളൻ ഗ്രെയിൻസ് ഫ്രം അതർ ഫ്ലവേഴ്സ് ഫോളിംഗ് ഓൺ ഇറ്റ്. മൂന്നാമത്തേത് പോളൻ ഗ്രെയിൻസ് ഫ്രം ഫ്ലവേഴ്സ് ഓഫ് എ പ്ലാന്റ് ബിലോങ്ങിങ് ടു ദ സെയിം സ്പീഷീസ് ബട്ട് ഹാവിംഗ് ഡിഫറെൻറ്റ് ക്വാളിറ്റീസ് ആർ കളക്റ്റഡ് യൂസിങ് എ ബ്രഷ്. നാലാമത്തേത് പോളൻ ഗ്രെയിൻസ് ദസ് കളക്റ്റഡ് ആർ ഡെപ്പോസിറ്റഡ് ഓൺ ദ സ്റ്റിഗ്മ ഓഫ് ദ ഫ്ലവർ വിച്ച് ഈസ് ടു ബി പോളിനേറ്റഡ് ആർട്ടിഫിഷ്യലി. അഞ്ചാമത്തേത് ദ ഫ്ലവർ ഈസ് റാപ്ഡ് അഗെയിൻസ്റ്റ് ടു പ്രിവെന്റ് പോളിനേഷൻ ഫ്രം അതർ ഫ്ലവേഴ്സ്. രണ്ടാമത്തെ ചോദ്യം. റൈറ്റ് ദ നെയിംസ് ഓഫ് 2 ഹൈബ്രിഡ് വെറൈറ്റീസ്. 2 സങ്കരയിനം വിത്തുകളുടെ പേരെഴുതുക. ആൻസർ: പാഡി അല്ലെങ്കിൽ നെല്ല് ഏതാണ്? പവിത്ര. അടുത്തത് ലേഡീസ് ഫിംഗർ അല്ലെങ്കിൽ വെണ്ട എന്ന് പറയുന്നത് കിരൺ ആണ്. മൂന്നാമത്തെ ചോദ്യം. റൈറ്റ് ഈച്ച് ഓഫ് ദ അഡ്വാൻറ്റേജസ് ഓഫ് ലെയറിംഗ് ആൻഡ് ഗ്രാഫ്റ്റിംഗ്. ലെയറിംഗ് ആൻഡ് ഗ്രാഫ്റ്റിംഗ് എന്നിവയുടെ ഓരോ നേട്ടങ്ങൾ എഴുതുക. ആൻസർ: ലെയറിംഗിനെയാണ് നമ്മൾ നോക്കുന്നത്. പൊസസ് ദ ക്വാളിറ്റീസ് ഓഫ് മദർ പ്ലാന്റ്. മാതൃസസ്യത്തിൻ്റെ അതേ ഗുണങ്ങൾ ഉണ്ടാകും. ഇനി അടുത്ത് ഗ്രാഫ്റ്റിംഗ് നോക്കാം. ഏർലി ഫ്ലവറിംഗ് ആൻഡ് ഫ്രൂട്ടിംഗ്. വേഗത്തിൽ പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്നു. നാലാമത്തെ ചോദ്യം. റൈറ്റ് ദ നെയിം ഓഫ് എ ഹൈബ്രിഡ് വെറൈറ്റി ഓഫ് ലേഡീസ് ഫിംഗർ എമംഗ് ദ ഫോളോയിങ്. വെണ്ടയുടെ ഒരു സങ്കര ഇനം വിത്തിൻ്റെ പേര് എഴുതുക. ഓപ്ഷൻസ് ഉണ്ട്. സൽകീർത്തി, പവിത്ര, ഉജ്ജ്വല, ജ്യോതിക. ആൻസർ എന്താണ്? സൽകീർത്തി.
ആക്ടിവിറ്റി 3 അതിലെ ഒന്നാമത്തെ ചോദ്യം ഡിഫൈൻ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ആൻഡ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. കായിക പ്രജനനം, ലൈംഗിക പ്രത്യുൽപാദനം എന്നിവ എന്താണെന്ന് നിർവചിക്കുക. ആൻസർ: ദ പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ന്യൂ സാപ്ലിംഗ്സ് ഫ്രം ദ വെജിറ്റേറ്റീവ് പാർട്സ് ഓഫ് പ്ലാന്റ്സ് ലൈക്ക് റൂട്ട്, സ്റ്റെം, ലീഫ് ആൻഡ് അണ്ടർഗ്രൗണ്ട് സ്റ്റെം ഈസ് കോൾഡ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. ദിസ് ഈസ് എ കൈൻഡ് ഓഫ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ. സീഡ്സ് ആർ ഫോംഡ് ത്രൂ സെക്ഷൽ റീപ്രൊഡക്ഷൻ. ഇതിന്റെ മലയാളം ഞാൻ വായിക്കാം. ഒരു സസ്യത്തിന്റെ കായിക ഭാഗങ്ങളായ വേര്, തണ്ട്, ഇല, ഭൂകാണ്ഡം എന്നിവയിൽ നിന്നും പുതിയ തൈകൾ ഉണ്ടാകുന്ന പ്രക്രിയയാണ് കായിക പ്രജനനം എന്ന് പറയുന്നത്. ഇത് അലൈംഗിക പ്രത്യുൽപാദനമാണ്. എന്നാൽ വിത്തുകൾ ഉണ്ടായി അതുവഴി പ്രത്യുൽപാദനം നടത്തുന്ന രീതിയാണ് ലൈംഗിക പ്രത്യുൽപാദനം. രണ്ടാമത്തെ ചോദ്യം കംപ്ലീറ്റ് ദ ഫോളോയിങ്. താഴെ പറയുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. പ്ലാന്റ്സ് ആൻഡ് പാർട്സ് ദാറ്റ് റീപ്രൊഡ്യൂസ് ത്രൂ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. കായിക പ്രജനനം നടക്കുന്ന സസ്യങ്ങളും ഭാഗവും ആണ് എഴുതേണ്ടത്. ബ്രയോഫിലം, ലീഫ്, റോസ്, സ്റ്റെം, ജിഞ്ചർ, റൂട്ട്. പ്ലാന്റ്സ് ദാറ്റ് റീപ്രൊഡ്യൂസ് സെക്ഷുവലി. ലൈംഗിക പ്രത്യുൽപാദനം നടക്കുന്ന സസ്യങ്ങളാണ് നിങ്ങൾ എഴുതേണ്ടത്. ലേഡീസ് ഫിംഗർ, പാഡി, പംകിൻ. പ്ലാന്റ്സ് ദാറ്റ് റീപ്രൊഡ്യൂസ് സെക്ഷുവലി ആൻഡ് അസെക്ഷുവലി. ലൈംഗിക പ്രത്യുൽപാദനം വഴിയും കായിക പ്രജനനം വഴിയും പ്രത്യുൽപാദനം നടക്കുന്ന സസ്യങ്ങളാണ് നിങ്ങൾ എഴുതേണ്ടത്. മുരിങ്ങ, ശീമക്കൊന്ന, കറി ലീവ്സ്. ആക്ടിവിറ്റി 4 അതിലെ ഒന്നാമത്തെ ചോദ്യം റൈറ്റ് എനി 3 തിങ്സ് ദാറ്റ് ദ ഫാർമർ should pay attention to in order to get the best yield even after planting the seedling produced through cross breeding. വർഗ്ഗസങ്കരണം വഴി ഉൽപ്പാദിപ്പിച്ച തൈ നട്ടതിന് ശേഷം മികച്ച വിളവ് ലഭിക്കാൻ കർഷകൻ ശ്രദ്ധിക്കേണ്ട ഏതെങ്കിലും 3 കാര്യങ്ങൾ എഴുതുക. ആൻസർ: പ്രോപ്പർ ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ ശരിയായ വളപ്രയോഗം, പെസ്റ്റ് കൺട്രോൾ കീടനിയന്ത്രണം, വീഡ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ കള നിയന്ത്രണം. രണ്ടാമത്തെ ചോദ്യം മാച്ച് ദ ഫോളോയിങ്. വിട്ട ഭാഗം പൂരിപ്പിക്കുക. എപ്പികൾച്ചർ, ക്യൂണിക്കൾച്ചർ, സെറികൾച്ചർ, പിസികൾച്ചർ. ഇവിടെ വിട്ടുപോയ ഭാഗങ്ങളാണ് നിങ്ങൾ പൂരിപ്പിക്കേണ്ടത്. എപ്പികൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താ? ബീ ഫാമിംഗ് അഥവാ തേനീച്ച വളർത്തൽ. ക്യൂണിക്കൾച്ചർ എന്ന് പറഞ്ഞാലോ റാബിറ്റ് ഫാമിംഗ് അഥവാ മുയൽ വളർത്തൽ. സെറികൾച്ചർ എന്ന് പറഞ്ഞാലോ സിൽക്ക് വോം ഫാമിംഗ് അല്ലെങ്കിൽ പട്ടുനൂൽ പുഴു വളർത്തൽ. പിസികൾച്ചർ എന്ന് പറഞ്ഞാലോ ഫിഷ് ഫാമിംഗ് അല്ലെങ്കിൽ മത്സ്യകൃഷി. മൂന്നാമത്തെ ചോദ്യം അനലൈസ് ദ പിക്ചേഴ്സ് ആൻഡ് റൈറ്റ് ദ ആൻസേഴ്സ് ടു ദ ക്വസ്റ്റ്യൻസ്. ചിത്രങ്ങൾ വിശകലനം ചെയ്ത് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. താഴെ തന്നിരിക്കുന്ന 2 ചിത്രങ്ങളും ശരിക്കും ശ്രദ്ധിക്കുക. അവിടെ എ ബി എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത് കണ്ടോ? അത് രണ്ടും ഒന്ന് നോട്ട് ചെയ്യണേ. ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോയാലോ. എ ക്വസ്റ്റ്യൻ വിച്ച് മെത്തേഡ്സ് ഡു ദ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പിക്ചേഴ്സ് ഇൻഡിക്കേറ്റ്. ഒന്നാമത്തെയും രണ്ടാമത്തെയും ചിത്രം ഏതൊക്കെ രീതികളെ സൂചിപ്പിക്കുന്നു? ഒന്നാമത്തേത് ഗ്രാഫ്റ്റിംഗ്, രണ്ടാമത്തേത് ബഡ്ഡിങ്. ഇനി ബി ക്വസ്റ്റ്യൻ വാട്ട് ഡു എ ആൻഡ് ബി ഇൻ ദ പിക്ചർ ഇൻഡിക്കേറ്റ്. ചിത്രത്തിലെ എയും ബിയും എന്തിനെ സൂചിപ്പിക്കുന്നു? ഒന്നാമത്തെ ചിത്രത്തിലെ എയും ബിയും എന്തിനെ സൂചിപ്പിക്കുന്നു? അതാണ് ചോദ്യം. ആൻസർ നോക്കിയാലോ. ഒന്നാമത്തെ ചിത്രത്തിലെ എ എന്താണ്? സയൺ ആണ്. ബിയോ സ്റ്റോക്ക്. ആക്ടിവിറ്റി 5 ഒന്നാമത്തെ ചോദ്യം ഐഡന്റിഫൈ ദ ആസിഡ്സ് ഗിവൺ ബിലോ വിത്ത് ഇൻക്രീസ്ഡ് സ്ട്രെങ്ത്. താഴെ നൽകിയിരിക്കുന്നവയിൽ വീര്യം കൂടിയ ആസിഡുകളെ കണ്ടെത്തി എഴുതുക. ഓപ്ഷൻസ് ഉണ്ട്. കേർഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്, വിനാഗർ, സൾഫ്യൂറിക് ആസിഡ്, ലെമൺ ജ്യൂസ്. ഇതിലേതാണ് ഏറ്റവും കൂടുതൽ വീര്യം കൂടിയ ആസിഡ് എന്ന് പറയുന്നത്? ആൻസർ ഹൈഡ്രോക്ലോറിക് ആസിഡ്, സൾഫ്യൂറിക് ആസിഡ്. ഇത് രണ്ടുമാണ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള പവർ കൂടിയ ആസിഡ്സ്. രണ്ടാമത്തെ ചോദ്യം റൈറ്റ് 2 യൂസസ് ഓഫ് സൾഫ്യൂറിക് ആസിഡ്. സൾഫ്യൂറിക് ആസിഡിന്റെ 2 ഉപയോഗങ്ങൾ എഴുതുക. ആൻസർ ഫെർട്ടിലൈസർ മാനുഫാക്ചറിംഗ് അതായത് രാസവള നിർമ്മാണം. ഓട്ടോമൊബൈൽ ബാറ്ററി മാനുഫാക്ചറിംഗ് ഓട്ടോമൊബൈൽ ബാറ്ററികളുടെ നിർമ്മാണം. മൂന്നാമത്തെ ചോദ്യം വാട്ട് ആർ ദ തിങ്സ് ടു ബി കെയർഫുൾ അബൌട്ട് വെൻ കണ്ടക്ടിങ് എക്സ്പെരിമെന്റ്സ് വിത്ത് ആസിഡ്സ് ഇൻ എ ടെസ്റ്റ് ട്യൂബ്. ആസിഡുകൾ ടെസ്റ്റ് ട്യൂബിൽ എടുത്ത് പരീക്ഷണങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആൻസർ എ ഹോൾഡർ ഷുഡ് ബി യൂസ്ഡ് ടു ഹോൾഡ് ദ ടെസ്റ്റ് ട്യൂബ്. അതർവൈസ് ദർ ഈസ് എ പോസിബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ആസിഡ് ഓൺ യുവർ ഹാൻഡ്സ് ആൻഡ് ഗെറ്റിംഗ് ബേൺഡ്. ടെസ്റ്റ് ട്യൂബ് പിടിക്കാൻ ഹോൾഡർ ഉപയോഗിക്കണം, ഇല്ലെങ്കിൽ ആസിഡ് കയ്യിലാകാനും പൊള്ളൽ ഏൽക്കാനുമുള്ള സാധ്യതയുണ്ട്. നാലാമത്തെ ചോദ്യം വിച്ച് ഗ്യാസ് ഈസ് ഫിൽഡ് ഇൻ ദ ബലൂൺ. ബലൂണിൽ നിറയ്ക്കുന്ന വാതകം ഏതാണ്? ആൻസർ ഹൈഡ്രജൻ. അടുത്തത് ആക്ടിവിറ്റി 6 ആണ്. അതിലെ ഒന്നാമത്തെ ചോദ്യം വാട്ട് ഈസ് ദ റീസൺ വൈ ടെർമറിക് സ്റ്റെയിൻഡ് ക്ലോത്ത്സ് ടേൺ റെഡ് വെൻ വാഷ്ഡ് വിത്ത് സോപ്പ്. മഞ്ഞൾ പുരണ്ട വസ്ത്രം സോപ്പ് ഉപയോഗിച്ച് കഴുകുമ്പോൾ ചുവപ്പ് നിറം വരാൻ കാരണം എന്താണ്? ആൻസർ soap is a substance with the nature of a base. Turmeric is a natural indicator of a base. When turmeric is mixed with a base, a red color is formed.
അതായത് സോപ്പ് ബേസ് സ്വഭാവമുള്ള ഒരു പദാർത്ഥമാണ്. ബേസിന്റെ ഒരു പ്രകൃതിദത്ത സൂചകമാണ് മഞ്ഞൾ. മഞ്ഞൾ ബേസുമായി ചേരുമ്പോൾ ചുവപ്പ് നിറം ഉണ്ടാകുന്നു. രണ്ടാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ ടേൺ ദ കളർ ഓഫ് ഡിസ്റ്റിൽഡ് വാട്ടർ യെല്ലോ? താഴെ പറയുന്നവയിൽ പതിമുഖ വെള്ളത്തിന്റെ നിറം മഞ്ഞയാക്കാൻ കഴിയുന്നവ ഏതെല്ലാം? ഓപ്ഷൻസ് വായിക്കാം. ലെമൺ ജ്യൂസ്, ബ്രെഡ്, ബ്ലാക്ക് ടീ, ടാമറിൻഡ്. ടാമറിൻഡ് എന്ന് പറഞ്ഞാൽ പുളിനീരാണ് കേട്ടോ. ആൻസർ ലെമൺ ജ്യൂസ്, ടാമറിൻഡ്. നാരങ്ങാനീരും പുളിനീരും. മൂന്നാമത്തെ ചോദ്യം, റൈറ്റ് ദ മെത്തേഡ് ഓഫ് മേക്കിംഗ് എനി നാച്ചുറൽ ഇൻഡിക്കേറ്റർ. ഏതെങ്കിലും ഒരു പ്രകൃതിദത്ത സൂചകം നിർമ്മിക്കുന്ന വിധം എഴുതുക. ആൻസർ, റബ് റെഡ് ഹിബിസ്കസ് ഫ്ലവർ ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് എ വൈറ്റ് പേപ്പർ ആൻഡ് പ്രസ് ഇറ്റ്. ആഫ്റ്റർ ഡ്രൈയിങ് ഇറ്റ്, റിമൂവ് ദ ഫ്ലവർ പാർട്സ് ദാറ്റ് ആർ സ്റ്റക്ക് ഓൺ ഇറ്റ്. മേക്ക് ഇറ്റ് ഇൻ ടു പീസസ്. ദീസ് ക്യാൻ ബി യൂസ്ഡ് ടു ഐഡന്റിഫൈ ആസിഡ്സ്. അതായത് ഒരു വെള്ള പേപ്പറിന്റെ ഇരുവശത്തും ചുവന്ന ചെമ്പരത്തി പൂവ് നന്നായി ഉരച്ചു പിടിപ്പിക്കുക. ഇത് ഉണക്കിയ ശേഷം പറ്റിപ്പിടിച്ചിരിക്കുന്ന പൂവിന്റെ അംശങ്ങൾ നീക്കം ചെയ്യുക. ഇതിനെ കഷ്ണങ്ങളാക്കുക. ആസിഡുകളെ തിരിച്ചറിയാൻ ഇവ ഉപയോഗിക്കാം. നാലാമത്തെ ചോദ്യത്തിൽ ചെറിയൊരു അക്ഷരപിശ കണ്ടേ. അതിൽ മീഥൈൽ ഓറഞ്ച് എന്നാണ്. എന്ന് വായിക്കാം. ഹൗ ക്യാൻ മീഥൈൽ ഓറഞ്ച് ബി യൂസ്ഡ് ടു ഐഡന്റിഫൈ ആസിഡ്സ് ആൻഡ് ബേസസ്? ആസിഡുകളെയും ബേസുകളെയും തിരിച്ചറിയാൻ മീഥൈൽ ഓറഞ്ച് എങ്ങനെ ഉപയോഗിക്കാം? ഇൻ ആസിഡ്സ്, മീഥൈൽ ഓറഞ്ച് വിൽ ടേൺ പെയിൽ പിങ്ക് ഇൻ ദ സൊല്യൂഷൻ. ഇൻ ബേസസ്, മീഥൈൽ ഓറഞ്ച് വിൽ ടേൺ പെയിൽ യെല്ലോ ഇൻ ദ സൊല്യൂഷൻ. ആസിഡുകളിൽ മീഥൈൽ ഓറഞ്ച് ഇളം പിങ്കും ബേസിൽ മീഥൈൽ ഓറഞ്ച് ഇളം മഞ്ഞയും കാണിക്കും. അടുത്ത ആക്ടിവിറ്റി 7. അതിലെ ഒന്നാമത്തെ ചോദ്യം, വൈ ആർ ആസിഡ്സ് നോട്ട് സ്റ്റോർഡ് ഇൻ മെറ്റൽ ബോട്ടിൽസ്? ആസിഡുകൾ ലോഹക്കുപ്പികളിൽ സൂക്ഷിക്കാറില്ല. കാരണം എന്ത്? ആൻസർ, ആസിഡ്സ് റിയാക്ട് വിത്ത് മെറ്റൽസ് സോ ദ ബോട്ടിൽ വിൽ കറോട്ട്. ആസിഡുകൾ ലോഹങ്ങളുമായി പ്രവർത്തിക്കുന്നതിനാൽ കുപ്പി ദ്രവിച്ചു പോകും. രണ്ടാമത്തെ ചോദ്യം, കംപ്ലീറ്റ് ദ ഫോളോയിങ് ലിസ്റ്റ്. താഴെ കൊടുത്തിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കുക. ഈ ലിസ്റ്റ് നിങ്ങൾ കണ്ടില്ലേ? ഒന്നാമത്തെ കോളത്തിൽ സബ്സ്റ്റൻസും രണ്ടാമത്തേൽ യൂസും. ആ സബ്സ്റ്റൻസിൻ്റെ ഒക്കെ യൂസ് എന്താണെന്നാണ് നിങ്ങൾ എഴുതേണ്ടത്. നമുക്ക് ആൻസർ ഒന്ന് നോക്കിയാലോ. അസറ്റിക് ആസിഡ്, അതിൻ്റെ യൂസ് എന്താണ്? ഫുഡ് പ്രോസസ്സിംഗ്. സിട്രിക് ആസിഡ്, അതിൻ്റെ യൂസോ? ടു മേക്ക് ഡ്രിങ്ക്സ്. സോഡിയം ഹൈഡ്രോക്സൈഡ്, അതിൻ്റെ യൂസ് എന്തായിരിക്കും? ടു മേക്ക് സോപ്പ്, പേപ്പർ ആൻഡ് റയോൺ. ടാനിക് ആസിഡ്, അതിൻ്റെ യൂസ് എന്തായിരിക്കും? ടു മേക്ക് ലെതർ ഇങ്ക്. അടുത്തത് ആക്ടിവിറ്റി 8. അതിലെ ഒന്നാമത്തെ ചോദ്യം, വാട്ട് സേഫ്റ്റി പ്രിക്കോഷൻസ് ഷുഡ് ബി ടേക്കൺ വെൻ യൂസിങ് ആൻ ഇലക്ട്രിക് അയൺ ബോക്സ്? വൈദ്യുത ഇസ്തിരിപ്പെട്ടി ഉപയോഗിക്കുമ്പോൾ സുരക്ഷയ്ക്കായി എന്തെല്ലാം മുൻകരുതലുകൾ ആണ് എടുക്കേണ്ടത്? ആൻസർ, ഓൺലി പ്ലഗ് ഇൻ ആൻഡ് അൺപ്ലഗ് ആഫ്റ്റർ സ്വിച്ചിങ് ഓഫ്. സ്വിച്ച് ഓഫ് ചെയ്തതിനു ശേഷം മാത്രം പിന്നെ പ്ലഗിൽ ഇടുകയും ഊരുകയും ചെയ്യുക. മേക്ക് ഷുവർ ദാറ്റ് ദ ഇൻസുലേഷൻ ഓഫ് ദ അയൺ ബോക്സ് വയർ ഈസ് നോട്ട് ഡാമേജ്ഡ്. തേപ്പ് പെട്ടിയുടെ വയറിന്റെ ഇൻസുലേഷൻ തകരാറില്ലെന്ന് ഉറപ്പുവരുത്തുക. മേക്ക് ഷുവർ ദാറ്റ് ദർ ഈസ് നോ ഇലക്ട്രിസിറ്റി ഔട്ട്സൈഡ് ദ അയൺ ബോക്സ്. തേപ്പ് പെട്ടിയുടെ പുറംഭാഗത്ത് വൈദ്യുതിയില്ലെന്ന് ഉറപ്പുവരുത്തുക. വിയർ ഷൂസ്, ചെരുപ്പ് ധരിക്കുക. രണ്ടാമത്തെ ചോദ്യം, വാട്ട് ചേഞ്ചസ് ഒക്യൂർ ഇൻ ദ സർക്യൂട്ട് വെൻ എ ബൾബ് ബ്ലോസ്? ബൾബ് ഫ്യൂസ് ആകുമ്പോൾ സർക്യൂട്ടിൽ എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത്? ആൻസർ, വെൻ എ ബൾബ് ബ്ലോസ്, ദ ഫിലമെന്റ് ഇൻസൈഡ് ദ ബൾബ് ബേൺസ് ഔട്ട് ആൻഡ് ദ ക്ലോസ്ഡ് സർക്യൂട്ട് ബിക്കം ഓപ്പൺസ് സോ ദ ബൾബ് ഡസ് നോട്ട് ലൈറ്റ് അപ്പ്. ബൾബ് ഫ്യൂസ് ആകുമ്പോൾ ബൾബിനുള്ളിലെ ഫിലമെന്റ് കത്തിപ്പോവുകയും അടഞ്ഞ സർക്യൂട്ട് തുറന്നതാവുകയും ചെയ്യുന്നു. അതുകൊണ്ട് ബൾബ് പ്രകാശിക്കുന്നില്ല. മൂന്നാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ മെറ്റീരിയൽസ് ദാറ്റ് കണ്ടക്ട് ഇലക്ട്രിസിറ്റി? വൈദ്യുതി കടത്തിവിടുന്ന വസ്തുക്കൾക്ക് പറയുന്ന പേരെന്താണ്? ആൻസർ, ഇലക്ട്രിക്കൽ കണ്ടക്ടേഴ്സ്. നാലാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ മെറ്റീരിയൽസ് ദാറ്റ് ഡു നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി? വൈദ്യുതി കടത്തിവിടാത്ത വസ്തുക്കൾക്ക് പറയുന്ന പേരെന്ത്? ആൻസർ, ഇൻസുലേറ്റേഴ്സ്. അഞ്ചാമത്തെ ചോദ്യം, റൈറ്റ് വിച്ച് ഓഫ് ദ ഫോളോയിങ് മെറ്റൽസ് ഈസ് കോമൺലി യൂസ്ഡ് ഇൻ ഇലക്ട്രിക്കൽ ലൈൻസ്? വൈദ്യുത ലൈനുകളിൽ സാധാരണ ഉപയോഗിക്കുന്ന ലോഹം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണെന്ന് എഴുതുക. അലൂമിനിയം, കോപ്പർ, അയേൺ, സ്റ്റീൽ. ആൻസർ, അലൂമിനിയം.